ഹായ്, നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു 10 ദിവസത്തേക്ക് സ്റ്റോപ്പായിരുന്നു. ഇന്നിപ്പോൾ തൊട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ മൂപ്പർക്ക് വണ്ടി എടുക്കാൻ എന്താണ് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തന്നെയാണ്. എന്നൊരു ദിവസം ഫുള്ള് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ്. എന്നാ വാ. അപ്പോൾ 1 മണിക്കൂറായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ ലൈസൻസും ഉണ്ട്, വണ്ടിയുണ്ട്. എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിളിച്ചോ, നമുക്കത് ക്ലിയർ ആക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. 1 മണിക്കൂർ ഞാൻ ഇതുവരെ റണ്ണ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ബേക്കിലാണ് കയറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ട് എത്ര മണിക്കൂറായി കാണും? 1 മണിക്കൂറായി കാണും. എന്താ നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വരെ കയറിയിട്ട് എന്താ ഇതുവരെ നമുക്ക് തോന്നണേ? കുഴപ്പമില്ല. സെറ്റാവുണ്ടോ? സെറ്റായോ? സെറ്റായി. നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? വണ്ടി കുറച്ച് ഓട്ടാത്തതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വണ്ടിന്റെ ഒരു വലിപ്പം അതാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടായത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് മാറ്റം തോന്നുന്നുണ്ടോ? കണ്ണാടിന്റെ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞപ്പോ അതിന്റെ ഒരു മാറ്റം മനസ്സിലാവുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ഏത് ഗിയറിലാണ് പോണേ? നമ്മൾ ഫസ്റ്റിലാണ്. ഓക്കെ, നമുക്ക് ഇനി മുന്നോട്ട് നോക്കിക്കൂടെ? മുന്നോട്ട് നോക്കി നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഗിയർ മാറിക്കൂടെ? എന്നാ ഒന്ന് ചെയ്ത് നോക്ക്. അത് ഇട്ട് വന്നപ്പോ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ശകലം എന്തായി കുറഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടണം. ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഇട്ടിട്ട് മെല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഒരു നേക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാട്ടോ. മുന്നോട്ട് നോക്കണം. നല്ല വളവും തിരിവും ഉള്ള റോഡ് തന്നെയാണ്. തിരക്ക് കുറവാണെങ്കിലും റോഡ് നല്ല വളവും ഉണ്ട്, ഇറക്കവും ഉണ്ട്, ചെറിയ റോഡുമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഫുള്ള് ഡേ ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ പുറകെ വരും. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കയറി എല്ലാവരും നോക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് നോമ്പിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കല്ലായിരുന്നു. ഇപ്പൊ 2ാം തൊട്ട് ഇനി നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോടാണ്. പക്ഷെ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? സെറ്റാക്കും. പിന്നെ നമ്മുടെ ഗിയർ ലിവർ നോക്കിയിട്ട് ആരും ചോദിക്കരുത്. കാരണം നമ്മൾ മാർക്കോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല. ചുമ്മാ ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ഗിയർ ലിവർ ഇട്ടാണ്. ചിലവർ ആ ഗിയറിലോട്ട് നോക്കി മാർക്കിങ് നോക്കിയിരിക്കും. അപ്പൊ നോക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സെറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ലൈസൻസും ഉണ്ട്, വണ്ടിയും ഉണ്ട്. എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്തോളി? വിളിച്ചോളി. നമുക്ക് അവരുടെ വണ്ടിയിൽ, നിങ്ങളുടെ വണ്ടിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ റെഡിയാക്കാം. നമ്മുടെ വണ്ടിയിൽ വേണമെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തരാം. ഇപ്പൊ ഇന്ന് വന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമരശ്ശേരിയാണ്. എന്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉള്ളതാണെങ്കിൽ അയ്യോ പോളി സൂപ്പർ, മുന്നോട്ട് നോക്കും. ഇപ്പൊ വന്ന കണ്ടില്ലേ എങ്ങനെയാന്ന്? പക്ഷെ അപ്പൊ നമ്മളത് കണക്ക് കൂട്ടി നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്തേക്കുക? നോക്കിക്കോളുക. ഇപ്പൊ ഇതേപോലെ ഇറക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ നമ്മളത് കണക്ക് കൂട്ടി എന്ത് ചെയ്യണം? നമ്മുടെ സൈഡ് നമ്മൾ കറക്റ്റ് നമ്മൾ എന്താണ് പിടിച്ചു എന്ന് ആർക്കും ഉറപ്പ് വരണം, ഓടിക്കുന്ന ആർക്ക് ഉറപ്പ് വരണം. ഇതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ വീഡിയോ ഇച്ചിരി ഇതിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് ഗിയറിലാ പോണേ? നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ് പോണേ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ തേർഡില് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, വേണ്ട. അപ്പൊ അത് ആയി നമ്മൾ എന്ത് ചെയ്യും? സെറ്റായി വരും. അപ്പൊ അതിനുള്ള വീഡിയോസ് ഇങ്ങനെ നമ്മൾ പുറകെ വരും. ഇപ്പൊ കാറ് വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, അവൻ വന്നത് കണ്ടില്ല എങ്ങനെയാണ്? ഭയങ്കര സ്പീഡിലാ വന്നേ. കൺട്രോൾ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആദ്യം കാണൂലായിരുന്നോ? കാരണം ഈ റോഡിന്റെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വീതി കുറഞ്ഞ റോഡാണ്. കറക്റ്റ് 2 വണ്ടിക്ക് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വണ്ടി കട്ടിങ്ങിന്റെ പുറത്താവും. അപ്പൊ നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ കണ്ണ് ബിഗിലി ആയിട്ട് വേണ്ട. കാരണം ആ സൈഡിൽ കൂടെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. റൈറ്റിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല. ലെഫ്റ്റിലോട്ട് നമ്മൾ നോക്കി നമ്മുടെ വണ്ടിന്റെ അളവും വലുപ്പവും ഒപ്പം നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് മനസ്സിലാവും. അപ്പൊ മുന്നിൽ ഇനി എന്താ പ്രശ്നമുണ്ടോ? ഈ വളവ് നമുക്കൊരു പ്രശ്നമില്ല. ക്ലച്ച് ചവിട്ടി നമ്മളൊന്ന് തേർഡിലിട്ട് നോക്കും. ഒന്ന് ഇട്ട് നോക്കിക്കേ, നേരെ തേർഡിലിട്ടു. ഓക്കെ, ഒന്ന് പോയി നോക്കിയേ. അപ്പൊ നമുക്ക് ഇവിടെ തേർഡിലോട്ട് വന്നപ്പോ നമുക്കൊരു 30 സ്പീഡ് വേണം. ഓക്കെ, ഒരു 25-30 റേഞ്ചിൽ വേണം. ഓക്കെ, അപ്പൊ ഇച്ചിരി കൂടെ സ്പീഡ് വേണം. നമ്മുടെ സ്പീഡോമീറ്ററിൽ എത്രയേ ഉള്ളൂ? 20ന്റെ അടുത്തേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി കൂടെ ആക്സിഡന്റ് കൊടുത്ത് പോകണം. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. ആ മട്ടൽ കിടക്കണ കണ്ടില്ലേ? ഓക്കെ, മുന്നോട്ട് നോക്കിക്കും. അപ്പൊ ഇനി ഇതിന് സ്പീഡ് കുറയേണ്ട വന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പക്ഷെ ഇപ്പൊ നേരെ നമ്മൾ ഈ ഇറക്കത്തിൽ നിന്ന് നമ്മളിപ്പോ ഇവിടെ ക്ലച്ച് ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലച്ച് നമ്മൾ ആദ്യം ചവിട്ടിയെങ്കിൽ ഇവിടെ വണ്ടി ഇപ്പൊ എന്താവും? പറഞ്ഞു നോക്ക്. ക്ലച്ച് ഒന്ന് ചവിട്ടി വയ്ക്കുക. ഇവിടെ മെല്ലെ ചവിട്ടി വയ്ക്കുക. ക്ലച്ച് ബ്രേക്ക് അല്ല, ക്ലച്ച് ഒന്ന് ചവിട്ടി വയ്ക്കുക.
സ്പീഡ് കൂടും. ബ്രേക്ക് ചവിട്ടിക്കേ, ബ്രേക്ക് ചവിട്ട്. ഓക്കെ, കണ്ടോ? അതെ. അപ്പൊ മെല്ലെ സെക്കൻഡിലോട്ട് ഇട്ട് കൊടുക്കും വണ്ടി, സെക്കൻഡിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് പോട്ടെ. അപ്പൊ ഈ ഇറക്കത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്ലച്ച് ആദ്യം ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി എല്ലാ ഗിയറിന്റെ ഏത് ഗിയറിലാണ് ആ ഗിയറിന്റെ പിടുത്തം വിട്ട് വണ്ടി എന്ത് ചെയ്യും, ക്ലച്ച് കിട്ടുമ്പോൾ ന്യൂട്രലിന്റെ ലെവലിലേക്ക് എത്തും. അപ്പൊ സ്പീഡ് എന്താവും, കൂടിപ്പോവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ വേണം. അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തേ, ക്ലച്ച് ഒന്ന് ചവിട്ടാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള വീഡിയോ പുറകെ വരും കേട്ടോ, നമുക്ക് കാണാം.